ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഓവണില്ലാതെ ഒരു പിസ്സ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പിസ്സ ഡോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് ആവശ്യമുണ്ട്. ഈസ്റ്റ് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ ഈസ്റ്റ് കലക്കി വെച്ചതാണിതിപ്പം. അത് ഈ മാവിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊരു ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇതുപോലെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഈ കുഴച്ചെടുത്ത മാവ് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ അതൊന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ 2-3 മണിക്കൂറത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2-3 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ച മാവാണ്. അത് ഞാൻ 2 ബോളാക്കി മാറ്റി. ഇനി നമുക്കത് ചപ്പാത്തിക്ക് വരക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. അത്രയും നേർമയാക്കരുത്, നല്ല ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പാനിൻ്റെ ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ചെറിയ പാനാണെങ്കിൽ ആ വലുപ്പത്തിൽ പരത്തിയെടുക്കുക, വലിയ പാനാണെങ്കിൽ ആ വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അധികം നേർമയാക്കാതെ പരത്തിയെടുക്കാം. ചപ്പാത്തിനെക്കാട്ടും കുറച്ചുകൂടി കട്ടി വേണം. പിന്നെ നമുക്കിത് ക്രസ്റ്റ് തിന്നായിട്ടും തിക്കായിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ തിന്നായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കട്ടിയിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മളിതുപോലെ പാനിലേക്ക് വെച്ചിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് തള്ളി കൊടുക്കുക. ചെറിയൊരു ബമ്പ് പോലെ എഡ്ജസിലുണ്ടാക്കുക. ഇനി നമ്മളൊരു ഇതുപോലൊരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ആ ഒരു എയർ ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മൊത്തത്തിലൊന്ന് കുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ സോസ് അപ്ലൈ ചെയ്യാം. പിസ്സ സോസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിസ്സ സോസ് ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച പിസ്സ സോസാണ്.
അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യും. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾക്ക് ചീസ് എത്രത്തോളം വേണോ അത്രത്തോളം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ചീസ് വേണമെങ്കിൽ കൂടുതലിടാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മൊസറല്ല അതിന് മുകളിലൊന്ന് പതറി കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നേരിയതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എന്താണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നേ ഉള്ളൂ. ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നേരിയതായിട്ട് അരിഞ്ഞ് തക്കാളി, അതുപോലെ തന്നെ നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞത്, കുറച്ച് സവാളയും കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ്സും അങ്ങനെയൊക്കെ ഇടാം. വെജിറ്റബിൾസൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിടാം. ഇത് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്ത ചിക്കനാണ്. ചിക്കനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ താല്പര്യമുള്ളവർ ഇട്ടാൽ മതി. അതുപോലെ എഗ്ഗും ഗ്രേറ്റ് ചെയ്തിടാം, സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗ് ഇടാം. അതൊക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ച്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി വിതറിടാം. ചീസ് കൂടുതൽ വേണമെങ്കിൽ ചീസ് കൂടുതലിടാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനി നമ്മൾ പാന് സ്റ്റൗവിലേക്ക് വെക്കുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കേണ്ടത്. ഇതുപോലെ ഗ്ലാസ് അടച്ചു വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. പാൻ മെയ്ഡ് പിസ്സ, ഓവണില്ലാതെ നമ്മൾ ഉണ്ടാക്കിയ പിസ്സയാണ്. നല്ല ക്രസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം. പിസ്സ കട്ടർ ഉപയോഗിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിസ്സ കട്ടറിലേക്ക് നമുക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്താലും മതി. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പിസ്സയുടെ അതേ ടേസ്റ്റാണ്. നമുക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ചെയ്യാം. ടോപ്പിങ്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അതിനനുസരിച്ച് ആ ടേസ്റ്റിലും വ്യത്യാസം വരും. വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വെജീസ് മാത്രമായിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എഗ്ഗോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ പനീറോ എന്ത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലെ മനോഹരമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.